ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു കഥ പറഞ്ഞു തരാനായിട്ടാണ്. സംഭവം വേറൊന്നുമല്ല, യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവാണ് ഇന്നത്തെ കഥ. അതായത് വരുന്നതിൻ്റെ ഓർഡർ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പോർച്ചുഗീസുകാർ വന്നു, പിന്നീട് ഡച്ചുകാർ വന്ന്, പിന്നെ അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നു, അത് കഴിഞ്ഞ് ഫ്രഞ്ചുകാർ വന്നു. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ഇതാണ് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യന്മാരുടെ ഒരു ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിനൊക്കെ മുമ്പ്, ഇവരൊക്കെ കടൽ മാർഗ്ഗമാണ് വന്നത്, ഇതിനൊക്കെ മുമ്പ് അറബികൾ ഇന്ത്യയായിട്ട് നല്ല രീതിയിൽ വാണിജ്യബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം പോർച്ചുഗീസിലെ രാജാവായിട്ടുള്ള മാനുവൽ ഒന്നാമൻ, അദ്ദേഹത്തിന് തോന്നി ഇന്ത്യയിൽ നല്ല സമ്പദ് വ്യവസ്ഥയാണ്, അപ്പം അവരുമായിട്ട് വാണിജ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ഒരു 3 കപ്പൽ ഇന്ത്യയിലേക്ക് അയക്കുവാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അറബികളുമായിട്ട് നല്ല രീതിയിൽ കച്ചവട ബന്ധമുണ്ട്, ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. പോർച്ചുഗീസാണ് ആദ്യം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അറിയാം നമുക്ക്, ആദ്യമായിട്ട് എത്തിച്ചേർന്നത് വാസ്കോഡ ഗാമയാണ്. അദ്ദേഹം യൂറോപ്പിലെ ലിസ്ബൺ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അറ്റ്ലാന്റിക് ഓഷൻ വഴി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി അറേബ്യൻ സീ വഴി കാലിക്കറ്റിലേക്ക് എത്തിച്ചേർന്നു. 1498 മെയ്യിലാണ് അദ്ദേഹം കേരളത്തിൽ എത്തിച്ചേരുന്നത്. കഥയുടെ തുടക്കം ഇതാണ്. അതായത് ഇന്ത്യയുമായിട്ട് വാണിജ്യബന്ധം സ്ഥാപിക്കണമെന്ന് പോർച്ചുഗീസിലുള്ള രാജാവിന് തോന്നുന്നു അവരുടെ വളർച്ചയ്ക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് വാസ്കോഡ ഗാമയെ കടൽ മാർഗം പറഞ്ഞയക്കുന്നു. ഇതാണ് നമ്മുടെ കഥയുടെ തുടക്കം. കേരളത്തിലേക്ക് എത്തുമ്പം നമ്മൾ കേരളത്തിൻ്റെ അവസ്ഥയൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അന്ന് കേരളം 4ആയിട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. അതായത് തിരുവിതാംകൂർ രാജവംശം ഏറ്റവും താഴത്തുണ്ട്, അതിന് മേളിൽ കൊച്ചി രാജവംശമുണ്ട്, അതിന് മേളിലായിട്ട് സാമൂതിരിയുടെ കോഴിക്കോട് രാജവംശമുണ്ട്, അതിൻ്റെ മേളിൽ കോലത്തിരിയുടെ കണ്ണൂർ. ഇങ്ങനെ 4ആയിട്ടായിരുന്നു കേരളം ആ സമയത്ത് കിടന്നുകൊണ്ടിരുന്നത്. ഇതിൽ കൊച്ചിൻ രാജവംശവും സാമൂതിരിയുടെ കോഴിക്കോട് രാജവംശവും കോലത്തിരിയുടെ കണ്ണൂർ രാജവംശവുമായിട്ട് അടിക്കടി യുദ്ധങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഇതിലൊന്നും പെടാതെ തിരുവിതാംകൂർ രാജവംശം അവിടെ താഴത്ത് സമാധാനപരമായിട്ട് ഇരിക്കുന്നുമുണ്ട്. ഈ സ്ഥലത്തേക്കാണ് വാസ്കോഡ ഗാമ വന്നിറങ്ങുന്നത്. ഇതിൻ്റെ ബാക്കി കഥ കേൾക്കാനായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എന്ന വിശ്വാസത്തിൽ ഞാൻ പോകുന്നു. ബൈ.